പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ട്യൂട്ട് ഫോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ബൈനറി ട്രീയെ നമുക്ക് മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. സോ പ്രിയ വിദ്യാർത്ഥികളെ, പ്രീവിയസ് ഒരു സെറ്റ് ഓഫ് ലെക്ചേഴ്സിൽ എന്താണ് ട്രീ, എന്താണ് ബൈനറി ട്രീ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീ എന്തൊക്കെയാണ്, ട്രീയുടെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്തിരുന്നു. സോ ബൈനറി ട്രീ എന്നത് ഒരു ജനറൽ ട്രീ തന്നെയാണ്. ആ ട്രീക്കകത്ത് ഒരു കണ്ടീഷനും കൂടെയുണ്ട്. ബൈനറി ട്രീക്കകത്ത് ഓരോ നോഡിനും മാക്സിമം 2 ചിൽഡ്രൻ വരെ മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ട്രീയെ നമ്മൾ ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രീ അറിയപ്പെടുന്ന പേരാണ് ബൈനറി ട്രീ. സോ ബൈനറി ട്രീയിൽ ഓരോ നോഡിനും പരമാവധി 2 ചിൽഡ്രനെ കാണത്തുള്ളൂ. ദാറ്റ് മീൻസ് 0 ചൈൽഡ് ആവാം, 1 ചൈൽഡ് ആവാം, അല്ലെങ്കിൽ 2 ചിൽഡ്രൻസ് വരെ വരുന്ന ട്രീകളെ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ബൈനറി ട്രീ എന്ന കാറ്റഗറിയിൽ അറിയപ്പെടുക. സോ ഈ ബൈനറി ട്രീയെ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 രീതിയിലാണ് എന്ന് നമ്മൾ ഈ ട്രീ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു. അറേ എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷനിലൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ട്രീയെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ ഞാനിവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ട്രീ ഒരു ബൈനറി ട്രീ ആണ്. സോ ബൈനറി ട്രീയിൽ നോക്കിയാൽ നമുക്ക് ഇവിടെ 7 ഡിഫറെൻ്റ് ആയിട്ടുള്ള നോഡുകളെ കാണാം. എ എന്ന് പറയുന്ന നോഡിന് 2 ചൈൽഡാണുള്ളത്, ബിയും സിയും. ബി എന്ന് പറയുന്ന നോഡിനും ഈ 2 ചൈൽഡുണ്ട്, ഡിയും എഫും. സി നോഡിനും അതുപോലെ ജി എച്ച് എന്ന് പറയുന്ന 2 ചൈൽഡിനെ കാണാം. ഇനി ഡി എന്ന് പറയുന്ന നോഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡി എന്ന നോഡിന് ചൈൽഡുകളുടെ എണ്ണം 0 ആണ്, ഒരു ചൈൽഡ് പോലും ഇല്ല. സോ ഡി നോഡിനെ നമുക്ക് ഒരു ലീഫ് നോഡെന്ന് വിളിക്കാം. എ എന്ന് പറയുന്ന നോഡിനെ നമുക്ക് റൂട്ട് നോഡെന്ന് വിളിക്കാം. ബി, സി എന്ന നോഡുകളെ നമുക്ക് ഇൻ്റർമീഡിയറ്റ് നോഡുകൾ എന്ന് വിളിക്കാം. സോ ഈ ഒരു ബൈനറി ട്രീയെ എങ്ങനെയാണ് നമ്മൾ അറയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു ട്രീയുടെ ഇൻഡെക്സ്, പേരൻറ്റിൻ്റെ ഇൻഡെക്സ് ഐ എന്ന ഇൻഡെക്സ് ആണ് എങ്കിൽ നമ്മൾ നോക്കുക, ഈ ഒരു പേരൻറ്റിൻ്റെ ലെഫ്റ്റ് ചൈൽഡിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് 2 ഇൻറ്റു ഐ, 2 ഇൻറ്റു ഇൻഡെക്സ് ഓഫ് പേരൻ്റ് എന്ന് പറയുന്ന ലൊക്കേഷനിലും, റൈറ്റ് ചൈൽഡിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് 2 ഇൻറ്റു ഇൻഡെക്സ് ഓഫ് പേരൻറ്റ് പ്ലസ് 1 എന്ന ലൊക്കേഷനിലുമാണ്. സപ്പോസ് എൻ എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ് പേരൻ്റ് ഇരിക്കുന്നതെങ്കിൽ ഈ പേരൻറ്റിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് ഇരിക്കുന്നത് 2n എന്ന് പറയുന്ന ലൊക്കേഷനിലും, റൈറ്റ് ചൈൽഡ് ഇരിക്കുന്നത് 2n പ്ലസ് 1 എന്ന ലൊക്കേഷനിലുമായിരിക്കും. സോ എ എന്ന് പറയുന്ന നോഡിനെ ഞാനിപ്പോൾ 1 എന്ന് പറയുന്ന അറേ ഇൻഡെക്സിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ എ എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ടുള്ള ബി പ്ലേസ് ചെയ്യേണ്ടത് 1 ഇൻറ്റു 2 എന്ന സെക്കൻഡ് ലൊക്കേഷനിലും, സി എന്ന് പറയുന്ന റൈറ്റ് ചൈൽഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത് 1 ഇൻറ്റു 2 പ്ലസ് 1, 2 പ്ലസ് 1 3 എന്ന് പറയുന്ന ലൊക്കേഷനിലുമായിരിക്കും അറയിൽ പ്ലേസ് ചെയ്യുക. ഇൻ എ സിമിലർ വേ ബി എന്ന് പറയുന്ന പേരൻറ്റിൻ്റെ ലെഫ്റ്റ് ചൈൽഡാണ് ഡി, അതുകൊണ്ട് തന്നെ ഡി എന്ന് പറയുന്ന നോഡിനെ പ്ലേസ് ചെയ്യുന്നത് 2 ഇൻറ്റു 2 4 എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കും ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഡി എന്ന് പറയുന്ന ബിയുടെ ലെഫ്റ്റ് ചൈൽഡിനെ പ്ലേസ് ചെയ്യുക. ഇനി ജി എന്ന് പറയുന്ന നോഡിനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിയുടെ പേരൻ്റ് ആയിട്ടുള്ള സിയുടെ ലൊക്കേഷൻ 3 ആണ്. അതുകൊണ്ട് തന്നെ സിയുടെ ലെഫ്റ്റ് ചൈൽഡ് ജി ആയതുകൊണ്ട് ജിയെ പ്ലേസ് ചെയ്യുക 3 ഇൻറ്റു 2 6 എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ജി എന്ന നോഡിനെ പ്ലേസ് ചെയ്യുക. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ഇക്വേഷൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ അറേക്കകത്ത് എങ്ങനെയാണ് ഓരോ നോഡുകളെയും പ്ലേസ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുക. സോ പേരൻ്റ് എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് ഇരിക്കുന്നതെങ്കിൽ ലെഫ്റ്റ് ചൈൽഡ് 2n എന്ന് പറയുന്ന ലൊക്കേഷനിലും, റൈറ്റ് ചൈൽഡ് 2n പ്ലസ് 1 എന്ന് പറയുന്ന ലൊക്കേഷനിലുമായിരിക്കും. ഇനി പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു നോഡിൻ്റെ പേരൻറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 7th ലൊക്കേഷനിലിരിക്കുന്ന നോഡിൻ്റെ പേരൻ്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഡിവൈഡഡ് ബൈ 2 എന്ന ഇൻറ്റീജർ വാല്യൂ ഏതാണോ കിട്ടുന്നത്, അതായത് 7th ലൊക്കേഷനിലാണ് എച്ച് എന്ന് പറയുന്നൊരു ഡേറ്റ ഇരിക്കുന്നത്, അതിൻ്റെ പേരൻ്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ഡിവൈഡഡ് ബൈ 2, 7 ഡിവൈഡ് ബൈ 2 ഇസ് 3.5, ഇൻറ്റീജർ വാല്യൂ ഇസ് 3, അതായത് 3rd ലൊക്കേഷനിലിരിക്കുന്ന സി എന്ന് പറയുന്ന നോഡാണ് 7th ലൊക്കേഷനിലിരിക്കുന്ന എച്ച് എന്ന് പറയുന്ന നോഡിൻ്റെ പേരൻറ്റ് എന്ന് പറയും. സോ ഈ ഇക്വേഷൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ അറേക്കകത്ത് ഒരു ട്രീയെ, ബൈനറി ട്രീയെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ അറേ നോക്കിയാൽ അറിയാം, പലപ്പോഴും വേക്കൻ്റ് ആയിട്ടുള്ള അൺയൂസ്ഡ് സ്പേസുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു മെമ്മറി ലോസിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ട്രീകളെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് ട്രീയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുക. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ട്രീകളെ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഡബിൾ ലിങ്ക് ലിസ്റ്റുകളുടെ നോഡുകളുടെ പ്രത്യേകത നമുക്കറിയാം. ഡബിൾ ലിങ്ക് ലിസ്റ്റിലെ ഓരോ നോഡിനും 3 സെപ്പറേഷൻസ് അല്ലെങ്കിൽ 3 സ്പേസുകൾ നമുക്ക് കാണാം. ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പാർട്ടീഷൻ ഉണ്ടാവും.
ലെഫ്റ്റ് ലിങ്ക് എന്ന് പറയുന്നതും റൈറ്റ് ലിങ്ക് എന്ന് പറയുന്നതുമായിട്ടുള്ള രണ്ട് പോയിന്റേഴ്സിനെ കാണാം. ലെഫ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് ഒരു നോഡിൻ്റെ പ്രീവിയസ് നോഡും റൈറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഒരു നോഡിൻ്റെ നെക്സ്റ്റ് നോഡുമായിട്ടാണ് നമ്മൾ ഡബിൾ ലിങ്ക് ലിസ്റ്റ് പഠിച്ചപ്പോൾ കണ്ടത്. സോ ഇങ്ങനെയുള്ള ഡബിൾ ലിങ്ക് ലിസ്റ്റുകളുടെ സഹായത്തോടു കൂടി എങ്ങനെ ഒരു ബൈനറി ട്രീയെ മെമ്മറിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാം, ലൊക്കേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ പ്രിയ വിദ്യാർത്ഥികളെ, എങ്ങനെയാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ബൈനറി ട്രീയെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഡബിൾ ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി റെപ്രസെൻറ്റ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നോക്കുക, എ എന്ന് പറയുന്ന നോഡിനകത്തേക്ക് ഞാനൊരു ആരോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് എ എന്ന് പറയുന്ന നോഡാണ് ഇവിടുത്തെ റൂട്ട് നോഡ് എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഈ ഒരു ആരോ കൊടുത്തിരിക്കുന്നത്. സോ നമ്മളിവിടെ നോക്കിയപ്പോൾ നമുക്ക് 7 ഡിഫറൻ്റ് ആയിട്ടുള്ള ഡേറ്റ നോഡുകളെ കാണാം. അതുകൊണ്ട് തന്നെ ഡബിൾ ലിങ്ക് ലിസ്റ്റിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 7 നോഡുകളെ ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓരോ നോഡിനും അതിൻ്റേതായിട്ടുള്ള മെമ്മറി വാല്യൂസ് കാണാം. അതുപോലെ തന്നെ ഓരോ നോഡിനകത്തും ഞാൻ ഡേറ്റ വാല്യൂസിനെയും അസൈൻ ചെയ്തു. സോ 246 എന്ന് പറയുന്ന നോഡിനെ എടുക്കുകയാണെങ്കിൽ ആ നോഡിൻ്റെ ഡേറ്റയാണ് എ എന്ന ഡേറ്റ. 337 എന്ന് പറയുന്ന നോഡിനകത്താണ് ഞാൻ ബി എന്ന ഡേറ്റയെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ നോഡിനകത്തും ഞാൻ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്തു. ഇനി അറിയേണ്ടത് ഏതാണ് റൂട്ട് നോഡ് അല്ലെങ്കിൽ ഫസ്റ്റ് നോഡ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന നോഡാണ് റൂട്ട് നോഡെന്ന് നമ്മൾ ബൈനറി ട്രീ നോക്കിയപ്പോൾ കണ്ടു. അതുകൊണ്ട് തന്നെ 246 എന്ന് പറയുന്ന നോഡിനെ ഞാനിവിടെ റൂട്ട് നോഡായിട്ട്, ഫസ്റ്റ് നോഡായിട്ട്, ഹെഡ് നോഡായിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. സോ ഹെഡ് എന്ന് പറയുന്ന പോയിന്റർ ഇവിടെ പോയിന്റ് ചെയ്യുക 246 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലകത്തേക്കാണ്. അതായത് ആദ്യത്തെ നോഡ്, ഈ ലിങ്ക് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡ് ഞാനിവിടെ 246 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. ആ പോയിന്ററിന് ഇവിടെ നൽകിയിരിക്കുന്ന പേര് റൂട്ട് എന്ന പേരിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രിയ വിദ്യാർത്ഥികളെ, ഇനി ഈ ഒരു നോഡിനെ, എ എന്ന് പറയുന്ന നോഡിനെ ഞാൻ ബൈനറി ട്രീയിൽ നോക്കിയാൽ എ എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡാണ് ബി, റൈറ്റ് ചൈൽഡാണ് സി. അതുകൊണ്ട് തന്നെ 246 എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് ലിങ്കായിട്ട് ബി എന്ന് പറയുന്ന ഡേറ്റ ഇരിക്കുന്ന നോഡായിട്ടുള്ള 337 ഇനിഷ്യലൈസ് ചെയ്തു. റൈറ്റ് ചൈൽഡായിട്ട് സി എന്ന് പറയുന്ന ഡേറ്റ വാല്യൂ ഇരിക്കുന്ന 453 എന്ന് പറയുന്ന നോഡ് അഡ്രസ്സിനെ ഞാൻ പ്ലേസ് ചെയ്തു. സോ എ എന്ന ഡേറ്റ ഇരിക്കുന്ന 246 എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് 337ഉം റൈറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് 453 എന്ന നോഡുമാണ്. സോ ഇങ്ങനെ ഞാൻ മെമ്മറി അഡ്രസ്സുകളെ ഇനിഷ്യലൈസ് ചെയ്തത് കൊണ്ട് തന്നെ എ എന്ന് പറയുന്ന നോഡിൽ നിന്ന് എനിക്ക് ലിങ്കുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കഴിയും. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഇനി നോക്കുന്നത് ബി എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് ഡി എയും റൈറ്റ് ചൈൽഡായിട്ട് എഫിനെയുമാണ് നമ്മൾ ബൈനറി ട്രീയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്ന ഡേറ്റ ആയിരിക്കുന്ന 337 എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് എനിക്ക് 556നെയും റൈറ്റ് ചൈൽഡായിട്ട് 2421 എന്ന നോഡിനെയും പ്ലേസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഈ നോഡുകളെ എനിക്ക് എന്ത് ചെയ്യാം, ലിങ്ക് ലിസ്റ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ ലിങ്ക് ലിസ്റ്റിനെ എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കഴിയും. ഇൻ എ സിമിലർ വേ, സി എന്ന ഡേറ്റ ആയിരിക്കുന്ന 453 എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് ജി എന്ന് പറയുന്ന നോഡിൻ്റെ അഡ്രസ്സായിട്ടുള്ള 3345നെയും റൈറ്റ് ചൈൽഡായിട്ട് എച്ച് എന്ന് പറയുന്ന ഡേറ്റ ആയിരിക്കുന്ന 6677 എന്ന നോഡിനെയും പ്ലേസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഇവിടെയും എനിക്ക് എന്ത് ചെയ്യാം, ഒരു കണക്ഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കഴിയും. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ഒരു ബൈനറി ട്രീയെ ഡബിൾ ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി മെമ്മറിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. സോ എങ്ങനെയാണ് ഒരു ബൈനറി ട്രീയെ ഡബിൾ ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രിയ വിദ്യാർത്ഥികളെ, മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.